ഹായ്. അപ്പം ഇന്നലെ ഞാൻ ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി ദണ്ഡിയിലെ കടലിരുമ്പം എന്നൊരു ഹെഡിങ് ആണ്. പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യമായി ഒരു ബഹുജന സമരം തുടങ്ങാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തിയല്ലോ. സമരം ആരംഭിക്കുന്നതിന് മുമ്പായി ഗാന്ധിജി വൈസ്രോയായിരുന്ന ഇർവിൻ പ്രഭുവിന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യയുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു കത്ത് എഴുതി. സർക്കാരിനെതിരെ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുന്ന കാര്യവും കത്തിൽ സൂചിപ്പിച്ചിരുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സമരത്തിൽ പങ്കാളികളാക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. തുടർന്ന് ഉപ്പ് നിയമനം ലംഘിച്ചുകൊണ്ട് നിയമലംഘന സമരം തുടങ്ങാൻ ഗാന്ധിജി തീരുമാനിച്ചു. അപ്പോൾ ഉപ്പ് സമരം എന്നായിരുന്നു 1930 ഉപ്പ് സമരം. എന്തുകൊണ്ട് ഉപ്പ് നോക്കാം. ഉപ്പ് നിർമ്മാണം സർക്കാരിൻ്റെ കുത്തകയായിരുന്നു. സ്വകാര്യ വ്യക്തികൾക്ക് ഉപ്പ് നിർമ്മിക്കുന്നത് കുറ്റകരമായി കണക്കിലാക്കി ശിക്ഷ വിധിച്ച ഈ നിയമം ലംഘിക്കാനായിരുന്നു ഗാന്ധിജിയുടെ തീരുമാനം. ഉഷ്ണമേഖല കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും അത്യന്താപേക്ഷിതമായ വസ്തുവായിരുന്നു ഉപ്പ്. കാർഷിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിച്ചിരുന്ന ഉപ്പിന്മേലുള്ള സർക്കാരിൻ്റെ കുത്തകയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് നിന്ദ്യമായ കുത്തക. ഉപ്പിനെതിരെയാണ് നിന്ദ്യമായ കുത്തക എന്ന് വിശേഷിപ്പിച്ചത്. ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത് ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിക്കാനായിരുന്നു തീരുമാനം. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകരും പദയാത്ര തുടങ്ങി. യാത്ര നീണ്ടുനിന്ന് എത്ര ദിവസമായിരുന്നു? 24 ദിവസം. നിരവധി വിദേശ പത്രപ്രവർത്തകർ യാത്ര റിപ്പോർട്ട് ചെയ്യാൻ എത്തിച്ചേർന്നിരുന്നു. യാത്രയിൽ ഗാന്ധിജി ശുചിത്വബോധം, ഖാദി ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത, സാമുദായിക സൗഹാർദ്ദം തുടങ്ങിയവയെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചു. ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചെന്നായിരുന്നു 1930 ഏപ്രിൽ 6-നാണ്. 1930 ഏപ്രിൽ 6-ന് നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. ഉപ്പ് നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് ലഘുലേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്തു. നിസ്സഹകരണ സമരത്തേക്കാൾ കൂടുതൽ ജനങ്ങൾ പങ്കാളിത്തം നിയമലംഘന സമരത്തിൽ ഉണ്ടായിരുന്നു. നിസ്സഹകരണത്തോടൊപ്പം നിയമലംഘനവും നടത്തിക്കൊണ്ടാണ് സമരം പുരോഗമിച്ചത്. നിസ്സഹകരണത്തോടൊപ്പം നിയമലംഘനവും. ഇനി ധരാസനയിലെ പോരാട്ടം എന്നൊരു ഹെഡിങ്ങാണ്. 1930 മെയ് 21 2000-ലധികം പേരടങ്ങിയ സമരക്കാർ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തി. 1930 മെയ് 21. അപ്പോൾ 6-ൽ എന്താ നിയമലംഘന സമരത്തിൽ തുടക്കം കുറിച്ചത് ഏപ്രിൽ 6-നാണെങ്കിൽ 24 ദിവസം നീണ്ടു നിന്നു യാത്ര. അപ്പോൾ ഉപ്പിൻ്റെ കുത്തക എന്തായിരുന്നു? നിന്ദ്യമായ കുത്തക. ഇനി 1930 മെയ് 21 2000-ലധികം പേരടങ്ങിയ സമരക്കാർ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിൽ എത്തിയ 21 മെയ് 21. സരോജിനി നായിഡുവും ഇമാം സാഹേബ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. അപ്പോൾ നേതൃത്വം ആരായിരുന്നു? ധരാസനയിൽ സരോജിനി നായിഡു, ഇമാം സാഹേബ്. പോലീസ് സേന പാഞ്ഞെടുത്ത് ഇരുമ്പ് കമ്പകൾ ഘടിപ്പിച്ച് ലാത്തികൾ ഉപയോഗിച്ച് സമരക്കാർ നിലത്ത് വീഴുന്നവരെ മർദ്ദിച്ചു. പരിക്കേറ്റവരെ മാറ്റുമ്പോൾ പുതിയ സംഘം മുന്നോട്ട് വരുന്ന പ്രതിരോധ ചക്രമാണ് അവിടെ തുടർന്നത്. അവസാന കണക്കെന്ന 11 മണിക്ക് താപനില 46.67 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയപ്പോൾ പരിക്കേറ്റവർ 320-ഉം മരിച്ചവർ 2-ഉം ആയിരുന്നു. പരിക്കേറ്റവർ 320-ഉം മരിച്ചവർ 2-ഉം ആയിരുന്നു. 46.67 ഡിഗ്രി സെൽഷ്യസാണ് ചൂട് 11 മണിക്ക്. ദൃക്സാക്ഷി പറയുന്ന എന്താ? മൊഴിയുണ്ട്. അമേരിക്കൻ പത്രപ്രവർത്തകനായ വെബ് മില്ലർ ഇങ്ങനെ രേഖപ്പെടുത്തി. വെബ് മില്ലറാണ്. 18 വർഷം 20 രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഞാൻ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളും ലഹളകളും തെരുവ് യുദ്ധങ്ങളും കലാപങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ധരാസനയിലുണ്ടായതുപോലെ ഒരു സംഭവം ഞാൻ ദർശിച്ചിട്ടില്ല. ആരാ പറയുന്നത്? അമേരിക്കൻ പത്രപ്രവർത്തകനായ വെബ് മില്ലറാണ്. നിയമലംഘന സമരത്തിലെ പങ്കാളിത്തം പറയുന്നുണ്ട്. കർഷകർ സർക്കാർ നികുതി നൽകാതെയും ജന്മിമാർക്ക് പാട്ടത്തുക നൽകാതെയും സമരത്തിൽ പങ്കാളികളായി. കർഷകർ, തൊഴിലാളികൾ റെയിൽവേ, തുറമുഖം, ഖനി എന്നിവിടങ്ങളിലെ തൊഴിലുകളും സമരത്തിൽ പങ്കെടുത്തു. ഷോലാപൂരിൽ മഹാരാഷ്ട്ര തൊഴിലാളികൾ നടത്തിയ സമരം അക്രമത്തിൽ കലാശിച്ചു. ഗോത്ര ജനതയാണെങ്കിൽ വന നിയമങ്ങൾ ലംഘിച്ച് കാടുകൾ കയറി വിഭവങ്ങൾ ശേഖരിച്ചു. സ്ത്രീകൾ ഉപ്പ് നിർമ്മാണം, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യൽ തുടങ്ങിയ സമരപരിപാടികൾ സജീവമായി പങ്കെടുത്തു. ഇനി കച്ചവടക്കാരും വ്യവസായികളുമാണെങ്കിൽ ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും തയ്യാറായില്ല. ഇനി ഖാൻ അബ്ദുൽ ഖാഫർ ഖാനെ കുറിച്ച് പറയുന്നുണ്ട്.
വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ഒന്നായിരുന്നു വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയാണ്, അതായത് ഗുജറാത്ത് ഭാഗം. ഓക്കെ, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ സമരത്തിന് നേതൃത്വം നൽകിയതാര ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടു. ഓക്കെ, വടക്ക് ഗുജറാത്തല്ല, അങ്ങ് അറിയാലോ അല്ലേ, ഞാൻ കറക്റ്റ് ഓർത്താവുന്നില്ല. അദ്ദേഹം അതിർത്തി പടിഞ്ഞാറാണ് ഗുജറാത്ത്, അപ്പം അതിൻ്റെ മേൽപോട്ട്. അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടു. ആരാത്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സന്നദ്ധ സേനയാണ് ഖുദായി ഖിദ്മത്ത് ഖാൻ. ഖുദായി ഖിദ്മത്ത് ഖാൻ ആരുടെ കീഴിലാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ കീഴിലാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സന്നദ്ധ സേനയാണ് ഖുദായി ഖിദ്മത്ത് ഖർ. റാണി ഗൈഡൻലിയുവിനെ എടുത്തു പറയുന്നുണ്ട്. നിയമലംഘന സമരകാലത്ത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതാ പോരാളിയായിരുന്നു റാണി ഗൈഡൻലിയു. സമരകാലത്ത് അറസ്റ്റിലായ അവർ യൗവനകാലം മുഴുവൻ ജയിലിൽ കഴിഞ്ഞു. ജയിലിൽ അവരെ സന്ദർശിച്ച ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യ അവരെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരും എന്നാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമാണ് റാണി ഗൈഡൻലിയു ജയിൽ മോചിതയായത്. ഈ സന്ധി സംഭാഷണങ്ങൾ എന്ന് പറയുന്നുണ്ട് ഒരു ഹെഡിങ് ഉണ്ട്. പരിമിതമായ ചില അധികാരങ്ങളിലും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരുമെന്ന് നിയമലംഘന സമരം ബ്രിട്ടീഷ് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തി. ഇതിനായി ലണ്ടനിൽ നടന്ന ചർച്ചാലോചനകൾ അറിയപ്പെടുന്നത് വട്ടമേശ സമ്മേളനങ്ങളാണ്. അപ്പോൾ വട്ടമേശ സമ്മേളനം 1930 നടന്ന ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. ഇനി ഗാന്ധിജി ഇർവിൻ ഉടമ്പടി എന്നറിയപ്പെടുന്നുണ്ട്. നിയമലംഘന സമരം അവസാനിപ്പിക്കാനും രണ്ടാമത്തെ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനും ഗവൺമെൻറ് ശ്രമം ആരംഭിച്ചു. ഇതിൻ്റെ ഭാഗമായി ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു ഗാന്ധി ഇർവിൻ ഉടമ്പടിയൊക്കെ. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചെന്നായിരുന്നു 1931 മാർച്ച് 5-നാണ്. 31 മാർച്ച് 5-നാണ്. അപ്പം ഒന്നാമത്തെ ഉടമ്പടി എന്നായിരുന്നു? ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം, അത് 1930-നാണ്. 31 മാർച്ച് 5-ന് ഇർവിൻ ഉടമ്പടിയാണ് ഒപ്പുവെച്ചത്. 31 മാർച്ച് 5-ന്. ഉടമ്പടി പ്രകാരം എന്താ? നിയമലംഘന സമരം നിർത്തിവെച്ചു. ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഗാന്ധിജി സമ്മേളിച്ച ഒരേ ഒരു വട്ടമേശ സമ്മേളനമാണ് രണ്ടാമത്, അത് 1931-ലാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി അന്നാണ്, മാർച്ച് 5-ന്. എന്നാൽ രണ്ടാം വട്ടമേശ സമ്മേളനം നിഷ്ഫലമായി അവസാനിച്ചു. ഓക്കെ, നിഷ്ഫലമായി അവസാനിച്ചു. മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം കോൺഗ്രസ് ബഹിഷ്കരിക്കുകയുണ്ടായി. അപ്പം കോൺഗ്രസ് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പോയിട്ടുണ്ടായിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി സായുധ വഴിയിലെ പോരാട്ടം എന്നൊരു ഹെഡിങ് ആണ്. ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിന് പകരം ചിലർ വിപ്ലവത്തിൻ്റെ വഴി സ്വീകരിച്ചു. ഇവരിൽ ഭൂരിഭാഗവും യുവാക്കളായിരുന്നു. റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും നിസ്സഹകരണ സമരം പാതി വഴിയിൽ അവസാനിപ്പിച്ചതുമാണ് ഇവരെ വിപ്ലവത്തിൻ്റെ പാതയിലേക്ക് നയിച്ചത്. ഇതിനെ തുടർന്ന് 1924 രൂപം കൊണ്ട വിപ്ലവ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ, അതായത് HRA. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്നായിരുന്നു 1924-ലാണ്. ഇനി കാക്കോരി സംഭവം എന്നൊരു ഹെഡിങ് ഉണ്ട്. വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ വേണ്ടി ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള കാക്കോരിയിൽ വെച്ച് 8 ടൗൺ ട്രെയിൻ തടഞ്ഞ റെയിൽവേയുടെ പണം കവർച്ച ചെയ്തു. 8 ടൗൺ ട്രെയിൻ തടഞ്ഞ റെയിൽവേയുടെ പണം കവർച്ച ചെയ്ത് എവിടുന്ന? ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്താണ്, കാക്കോരിയിൽ വെച്ച്. അതെന്നാ 1925 ഓഗസ്റ്റ് 9-നാണ് കാക്കോരി സംഭവം. 1925 ഒക്ടോബർ 9-ന്. ഇനി ശിക്ഷ എന്താ? രാം പ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുല്ല ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ് എന്നിവർ വധശിക്ഷ നൽകി. അപ്പോൾ കാക്കോരി സംഭവം ഉത്തർപ്രദേശ് ലക്നൌവിനടുത്താണ്. അവർക്ക് സമരം നടത്താൻ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനായിരുന്നു. കാക്കൂർ വെച്ച് 8 ഡൗൺ ട്രെയിൻ തടഞ്ഞ് റെയിൽവേയുടെ പാളം കവർച്ച ചെയ്തു എന്നായിരുന്നു സംഭവം. 1925 ഓഗസ്റ്റ് 9. 1925 ഓഗസ്റ്റ് 9-നാണ് കാക്കോരിയെങ്കിൽ ശിക്ഷ എന്തായിരുന്നു അതിന്? രാം പ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുല്ല ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ് എന്നിവരെ വധശിക്ഷ നൽകി. 4 പേരെ ആൻഡമാൻ നിക്കോബാറിലേക്ക് നാടുകടത്തി. 17 പേർക്ക് തടവ് ശിക്ഷയും ലഭിച്ചു. ഓക്കെ, ഇനി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്നായിരുന്നു, അതായത് HRA. പിന്നെ എന്തായി? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന
1928 അഥവാ 1924 HR തുടങ്ങിയതിന് ശേഷം 4 വർഷത്തിന് ശേഷം 28 HSRA, അതായത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ. കാക്കോരി സംഭവത്തെ തുടർന്ന് തിരിച്ചടിക്ക് ശേഷം വിപ്ലവ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായത് ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിലായിരുന്നു. 1928 ഭഗത് സിംഗും കൂട്ടരും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ രൂപീകരിച്ചു. ഓക്കെ, HSRA ആയി പിന്നെ അവർ വേറെ രൂപീകരിച്ചു. ഓക്കെ, ഇനി പ്രധാന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിച്ചാർജിൽ പങ്കാളികളായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്നു. ഓക്കെ, ലാലാ ലജ്പത് റായെ ലാത്തി ചാർജ് കൊണ്ട് അടിച്ച് കൊന്നുകൊണ്ട് മരണത്തിലേക്ക് ഇടയാക്കിയത് കൊണ്ട് ആ ഒരു പ്രതികാരം അവർ ഇതിനോട്, അതായത് ഭഗത് സിംഗും കൂട്ടരും സാൻഡേഴ്സ്, അപ്പോൾ ലാത്തി ചാർജിൽ പങ്കാളിയായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്നു. കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബ് എറിഞ്ഞു. ഓക്കെ, കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബും എറിഞ്ഞു. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നീ വിപ്ലവകാരികളെ വിചാരണയ്ക്ക് ശേഷം തൂക്കിലേറ്റി എന്നായിരുന്നു 1931 മാർച്ച് 23-നാണ്. 1931 തൂക്കിക്കൊന്ന് മാർച്ച് 23-ന്. ഇനി ഭഗത് സിംഗിൻ്റെ ആഹ്വാനം പറയുന്നുണ്ട്. 1931 യുവരാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള സന്ദേശത്തിൽ ഭഗത് സിംഗ് ഇങ്ങനെ പറഞ്ഞു: ഫലത്തിൽ ഞാനൊരു ഭീകരവാദിയായാണ് പ്രവർത്തിച്ചത്, എന്നാൽ ഞാൻ ഭീകരവാദിയല്ല. എനിക്ക് സമാഹരിക്കാവുന്ന മുഴുവൻ ശക്തിയുമെടുത്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാനൊരു ഭീകരവാദ പ്രവർത്തകനല്ല. ഒരു പക്ഷേ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് നാളൊഴിച്ച് ഞാൻ അങ്ങനെ ആയിരുന്നിട്ടില്ല. അത്തരം രീതികളിലൂടെ നമുക്കൊരു നേട്ടവും കൈവരിക്കാനില്ലെന്ന് എനിക്കുറപ്പുണ്ട്. മതവർഗീയത ദേശീയ പ്രസ്ഥാനത്തിനും രാഷ്ട്രത്തിനും നേരെ ഉയർന്ന അപകടത്തെപ്പറ്റിയും ഭഗത് സിംഗ് ബോധവാനായിരുന്നു. കോളനിവൽക്കരണം പോലെ തന്നെ അപകടകരമാണ് മതവർഗീയതയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആണ് പറയുന്നത് ബംഗാളിലെ വിപ്ലവ പ്രവർത്തനങ്ങളാണ്. അക്കാലത്തെ വിപ്ലവ പ്രവർത്തനങ്ങൾ ബംഗാളിലും സജീവമായിരുന്നു. ചിറ്റഗോങ് ആയുധപുര ആക്രമണം. സൂര്യാസേനയുടെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ ചിറ്റഗോങ്ങിൽ ആയുധപുര കൊള്ളയടിച്ച ഭരണകൂടത്തെ ഞെട്ടിച്ചു. ചിറ്റഗോങ്, സൂര്യസേൻ. ഇനി വനിതാ വിപ്ലവകാരികൾ ആരാണ്? വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകൾ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു. പ്രീതി ലത വഡോദാർ, കൽപ്പന ദത്ത്, ബീനാദാസ് എന്നിവർ പ്രധാനികളായിരുന്നു. ബംഗാളിലെ വിപ്ലവ പ്രവർത്തനങ്ങളാണ്. വനിതാ വിപ്ലവകാരികൾ വിപ്ലവ പ്രസ്ഥാനങ്ങൾ സ്ത്രീകൾ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു. പ്രീതി വഡോദാർ, കൽപ്പന ദത്ത്, ബീന ദാസ് എന്നിവർ പ്രധാനികളായിരുന്നു. ഇനി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, അതായത് CSP ആണ്. 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണത്തിലേക്ക് നയിച്ചു. കോൺഗ്രസിനുള്ള തന്നെയുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ളവർ ചേർന്നാണ് CSP രൂപീകരിച്ചത്. ആദ്യത്തെ സെക്രട്ടറി ആര്? ജയപ്രകാശ് നാരായൺ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവാര്? ജയപ്രകാശ് നാരായണൻ. പാർട്ടിയുടെ ലക്ഷ്യം എന്താ? മുതലാളിത്തത്തെയും ജന്മിത്തത്തെയും എതിർത്ത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കുക. അപ്പം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്താ? ജയപ്രകാശ് നാരായണൻ ലക്ഷ്യം എന്താ? മുതലാളിത്തത്തെയും ജന്മിത്തത്തെയും എതിർത്ത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കലായിരുന്നു. കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു. ഇനി കർഷകരുടെ മുന്നേറ്റങ്ങൾ എന്നൊരു ഹെഡിങ് ഉണ്ട്. സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താൻ കർഷകരുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് നേതാക്കൾ തിരിച്ചറിഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താൻ കർഷകരുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് നേതാക്കൾ തിരിച്ചറിഞ്ഞു. ഇനി കമലാദേവി ചതോപാധ്യായയെക്കുറിച്ചാണ് ഒരു ബോക്സിലാക്കിയിട്ട് പറയുന്നത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSPയുടെ രൂപീകരണം മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കമലാദേവി ചതോപാധ്യായ സജീവമായിരുന്നു. CSPയുടെ അധ്യക്ഷയായി പ്രവർത്തിച്ച അവർ നിയമലംഘന സമരകാലത്തും ക്വിറ്റ് ഇന്ത്യ സമരകാലത്തും അറസ്റ്റിലാവുകയും ജയിൽ കഴിയുകയും ഉണ്ടായി. 1944 മുംബൈയിൽ നടന്ന വനിതാ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അവർ ഇങ്ങനെ പറഞ്ഞു: സ്ത്രീകളെ പുരുഷന്മാർക്കെതിരെ പോരാടിപ്പിക്കുകയോ സ്ത്രീകൾ പുരുഷന്മാരെ അനുകരിക്കുകയോ അല്ല വനിതാ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. സ്വന്തം കഴിവുകളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും വനിതകളിൽ അവബോധം സൃഷ്ടിക്കുക.
മറ്റ് ലിംഗവിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ആദരവ് ഉണ്ടാക്കിയെടുക്കുക എന്നിവയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ. ഓക്കെ, അവർ പറഞ്ഞതാണ്. ഇനി കർഷകർ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നത് അമിതമായ നികുതി, ജന്മിമാരുടെ ചൂഷണം, കുടിയൊഴിപ്പിക്കൽ. ഓക്കെ, ഇനി കർഷക സംഘടനകൾ പറയുന്നുണ്ട്. 1920-കളിൽ കിസാൻ സഭകൾ രൂപീകരിച്ച് കർഷകർ സംഘടിച്ചു തുടങ്ങി. ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റം അറിയപ്പെടുന്നത് ഐക്യപ്രസ്ഥാനം എന്നാണ്. 1920-കളിൽ കിസാൻ സഭകൾ രൂപീകരിച്ച് കർഷകർ സംഘടിച്ചു തുടങ്ങി. ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റം അറിയപ്പെടുന്നത് ഐക്യപ്രസ്ഥാനം എന്നാണ്. 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത് കർഷക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. അപ്പോൾ എന്നായിരുന്നു 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത് കർഷക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. ഇനിയോ 1940-കളിലെ കർഷക സമരങ്ങൾ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിൽ എത്താൻ സഹായിച്ച പ്രധാന ഘടകമായിരുന്നു. 1940-കളിലെ കർഷക സമരങ്ങൾ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലെത്താൻ സഹായിച്ച പ്രധാന ഘടകങ്ങളായിരുന്നു. പിൽക്കാല കർഷക സമരങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ബംഗാളിലെ തേബാഗ സമരവും ആന്ധ്രയിലെ തെലങ്കാന സമരവും. ഒക്കെ പിൽക്കാലത്ത് കർഷക സമരങ്ങൾ പ്രധാനപ്പെട്ടതാണ് ബംഗാളിലെ തേബാഗ, ആന്ധ്രയിലെ തെലങ്കാന സമരം. തേബാഗ ചായ് നോക്കാം നമുക്ക്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് തേബാഗ സമരം. അത് 1946-47 കാലഘട്ടത്തിലാണ്. തേബാഗ 1946-47. ലക്ഷ്യമെന്തായിരുന്നു? ഭൂപ്രഭുക്കളായ ജോത്താദന്മാർക്ക് എതിരായിരുന്നു സമരം. തേബാഗ എന്താ? ഭൂപ്രഭുക്കളായ ജോത്താദന്മാർക്ക് എതിരെ. ആവശ്യമെന്തായിരുന്നു? വിളവ് രണ്ടായി ഭാഗിച്ച് ഒരു ഭാഗം ജോത്താദന്മാർക്ക് നൽകുന്ന രീതിക്ക് പകരം വിളവിനെ 3ആയി ഭാഗിക്കണമെന്നും 2 ഭാഗം കർഷകർക്ക് ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടു. സമരത്തിലെ മുദ്രാവാക്യം എന്താ? തേബാഗ ചായ്. എവിടെയായിരുന്നു തേബാഗ ചായ്? അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലാണ് തേബാഗ സമരം. 1946-47 ബംഗാളിലാണ്. ഓക്കെ, വി വാണ്ട് ടു തേർഡ് ഷെയർ എന്താ? 3/2 ഭാഗം ഞങ്ങൾക്ക് വേണം എന്നാണ് തേബാഗ ചായ്. ഇനി സംഘടിതരാവുന്ന തൊഴിലാളികൾ നോക്കാം. ആധുനിക വ്യവസായശാലകൾ നിലവിൽ വന്നതോടെ ഒരു ആധുനിക തൊഴിലാളി വർഗം ഇന്ത്യയിൽ രൂപപ്പെട്ടു. തൊഴിലാളികളുടെ പ്രധാന പ്രശ്നങ്ങൾ കുറഞ്ഞ കൂലി, കൂടുതൽ ജോലി സമയം, സ്ത്രീ ബാല തൊഴിലാളികൾ നേരിട്ട ചൂഷണം. ഇനി തൊഴിലാളി സംഘടനയെക്കുറിച്ചാണ്. ഇന്ത്യയിലെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന ഏതാ? അത് AITUC ആണ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആണ് ദേശീയാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന. AITUC അഥവാ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഇനി എന്താ? രണ്ടാം ലോകയുദ്ധാനന്തര കാലത്ത് നടന്ന റെയിൽവേ കമ്പിത്തപ്പാൽ തൊഴിലാളികളുടെ പണിമുടക്ക് സമരങ്ങൾ ഇന്ത്യയെ പിടിച്ചു കുലുക്കി. 1946 റോയൽ ഇന്ത്യ നേവി അതായത് RIN കലാപത്തിന് പിന്തുണയുമായി തൊഴിലാളികൾ ബോംബെയിൽ നടത്തിയ പണിമുടക്ക് സംഘർഷത്തിലാണ് അവസാനിച്ചത്. ഇനി നാവിക കലാപത്തെക്കുറിച്ച് പറയുന്നത് 1946 ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യമായിരുന്നു റോയൽ ഇന്ത്യ നേവി. അപ്പോൾ റോയൽ ഇന്ത്യ നേവിയെക്കുറിച്ചാണ്. 1946 ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യമായിരുന്നു റോയൽ ഇന്ത്യ നേവി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യമായിരുന്നു റോയൽ ഇന്ത്യ നേവി എങ്കിൽ സംഭവം 1946 ഫെബ്രുവരിയിൽ റോയൽ ഇന്ത്യ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപം നടത്തി. അപ്പോൾ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപം നടത്തിയതാണ് തുടക്കം. 1946 ഫെബ്രുവരി 18 മുംബൈയിൽ തൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ച കലാപം എന്നറിയപ്പെടുന്നത്. തൽവാർ എന്ന കപ്പൽ ആരംഭിച്ച കലാപം എന്നറിയപ്പെടുന്നത് RIN കലാപം. ഓക്കെ, RIN കലാപം എന്താ? 1946 ഫെബ്രുവരി 18 മുംബൈയിൽ താൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ച കലാപമാണ് RIN കലാപം. മുന്നേറ്റം കലാപകാരികൾക്ക് ബ്രിട്ടീഷ് പതാകകൾ അഴിച്ചുമാറ്റി പകരം കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പതാകകൾ ഉയർത്തി. മറ്റ് നാവിക കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ച കലാപത്തെ സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തിയത്. ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക നോക്കാം. രണ്ടാം ലോകയുദ്ധം അവസാനിച്ചതോടെ ഇന്ത്യയുടെ പിന്തുണ ബ്രിട്ടന് അനിവാര്യമായി മാറി. ഇതിനായി ഇന്ത്യയിലെത്തി ഇന്ത്യയിലെ നേതാക്കന്മാരുമായി ചർച്ചയിലൂടെ അനുനയിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടത്
സർ സ്റ്റെഫോർഡ് ക്രിപ്സ് ആണ്. അപ്പോൾ ഇതിനായി ഇന്ത്യയിലെത്തി ഇന്ത്യയിലെ നേതാക്കന്മാരെ ചർച്ചകളുടെ അനുനയിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതാരാ? സർ സ്റ്റെഫോർഡ് ക്രിപ്സ് ആണ്. നമുക്ക് ഇതോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാന സമരത്തിന് തുടക്കമായി. അപ്പോൾ എന്നായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം? 1942 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ നടന്ന ബഹുജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ഗാന്ധിജി നടത്തിയ പ്രസംഗത്തിന് ഒരു മുഖ്യ ഭാഗം കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിച്ചുതരാം. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കണം. ഓരോ ശ്വാസത്തിലും അതിന് ആവിഷ്കാരം നൽകണം. മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ഈ ശ്രമത്തിൽ മരിക്കും. സ്ഥിരമായ അടിമത്തം കാണാൻ നമ്മൾ ഇനി ജീവനോടെ ബാക്കിയില്ല. വികാരഭരിതമായ വാക്കുകളാണ്. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. സ്ഥിരമായി അടിമത്തം കാണാൻ നമ്മളിനി ജീവനോടെ ബാക്കിയുണ്ടാവില്ല. കണ്ണുകൾ നിറഞ്ഞു പോയി കേട്ടോ. ഇതോടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമായി. ഗാന്ധിജി അവരെത്രമാത്രം അടിമത്തം കൊണ്ട് കഷ്ടപ്പെട്ട് കാണുമല്ലേ? അങ്ങനെ ഒരിക്കലും അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകുക, മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക. ഓക്കെ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, വെറുതെ ജീവിക്കേണ്ട. ഇതോടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമായി. ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിലായിട്ടും സമരം രാജ്യം മുഴുവൻ വ്യാപിച്ചു. പങ്കാളിത്ത വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, തൊഴിലാളികൾ, സ്ത്രീകളുമെല്ലാം സമരം ഏറ്റെടുത്തു. ആക്രമണം പോസ്റ്റ് ഓഫീസുകൾ, കമ്പിത്തപ്പാൽ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടെ ആക്രമിക്കപ്പെട്ടു. ഒളിവിലെ നേതാക്കൾ ജയപ്രകാശ് നാരായൺ, റാം മനോഹർ ലോഹ്യ, അരുണ ആസിഫ് അലി, സുജേത കൃപലാനി തുടങ്ങിയവർ ഒളിവിൽ നിന്ന് സമരം നയിച്ചു. ഒളിവിൽ നിന്ന് ആരൊക്കെയാ? ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹ്യ, അരുണ ആസിഫ് അലി, സുജേത കൃപലാനി എന്നിവർ ഒളിവിൽ നിന്ന് സമരം നയിച്ചു. ബോംബെ നഗരത്തിൽ നിന്ന് രഹസ്യമായി സംപ്രേഷണം ചെയ്ത കോൺഗ്രസ് റേഡിയോ, എവിടുന്ന? ബോംബെ നഗരത്തിൽ നിന്നാണ് രഹസ്യമായി സംപ്രേഷണം ചെയ്ത കോൺഗ്രസ് റേഡിയോ വഴി നേതാക്കന്മാർ സമരക്കാരോട് സംസാരിച്ചിരുന്നു. സമരം അക്രമത്തിലേക്ക് എത്തിയപ്പോഴേക്കും അക്രമങ്ങളെ അപലപിക്കാൻ ഗാന്ധിജി തയ്യാറായില്ല. ഭരണകൂടത്തിൻ്റെ അക്രമമാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. സമരം അക്രമത്തിലേക്ക് എത്തിയപ്പോഴും അക്രമങ്ങളെ അപലപിക്കാൻ ഗാന്ധി തയ്യാറാവാൻ അദ്ദേഹം പറഞ്ഞത് ഭരണകൂടത്തിൻ്റെ അക്രമമാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇനി സർക്കാരിൻ്റെ നിർബന്ധത്തിന് വഴങ്ങാതെ ഗാന്ധിജി ജയിൽ നിരാഹാരം പ്രഖ്യാപിച്ചെന്ന 21 ദിവസമാണ്. ആ സർക്കാരിൻ്റെ നിർബന്ധത്തിന് വഴങ്ങാതെ ഗാന്ധിജി ജയിലിൽ നിരാഹാരം പ്രഖ്യാപിച്ചത് 21 ദിവസമാണ്. ഇനി സമാന്തര ഭരണകൂടം എന്നൊരു ഹെഡിങ് ആണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ബല്ലിയ അഥവാ യു പി ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ചിട്ടു പാണ്ഡെയുടെ നേതൃത്വത്തിൽ സമാന്ത ഭരണം സ്ഥാപിക്കപ്പെട്ടു. സത്താറ മഹാരാഷ്ട്ര നാനാ പാട്ടീലിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഭരണകൂടം 1945 വരെ നിലനിന്നു. സത്താറയിലാണ്. നാനാ പാട്ടീലിൻ്റെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലാണ്. താംലൂക്ക് അഥവാ ബംഗാൾ നിലവിൽ വന്ന ഭരണകൂടം ഒരു വർഷക്കാലം വരെ തുടർന്നു. വിദ്യാലയങ്ങൾക്ക് സഹായം നൽകിയും കോടതികൾ സ്ഥാപിച്ചും മിച്ചമുള്ള ധാന്യം ദരിദ്രർക്ക് നൽകിയും ഇവർ പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യം എന്നത് അടിയന്തര ലക്ഷ്യമായി മാറ്റി എന്നതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പ്രാധാന്യം. അധികാര കൈമാറ്റം അനിവാര്യമായി. ഡൽഹി ചലോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അവസാന യുദ്ധം ആരംഭിച്ചിരുന്നു. രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ തേടുകയാണ്. ഒരു തോട്ടായിട്ട് ഇവിടെ കൊടുത്തിയാണ്. ഇനി 1944 ജൂലൈ 6 സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ അഭിസംബോധന ചെയ്തത് ആസാദ് ഹിന്ദ് റേഡിയോ വഴിയാണ്. അപ്പോൾ 1944 ജൂലൈ 6 സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ അഭിസംബോധന ചെയ്തത് ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെയാണ്. ഇത് സ്വാതന്ത്ര്യത്തിനായി തികച്ചും വേറിട്ട വഴി സ്വീകരിച്ച നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, സ്വാതന്ത്ര്യത്തിനായി തികച്ചും വേറിട്ട വഴി സ്വീകരിച്ച നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. നമുക്ക് നോക്കാം. അദ്ദേഹം 2 തവണ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ശേഷം ഗാന്ധിജിയുമായുമുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതാണ്. അപ്പോൾ രാജിവെച്ച് രൂപീകരിച്ചൊരു പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് പാർട്ടിയാണ്. ആരാ?
സുഭാഷ് ചന്ദ്രബോസൊക്കെ തികച്ചും വ്യത്യസ്തനായിരുന്നു അദ്ദേഹം 2 തവണ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. എന്നതിന് ശേഷമാണ് ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് രൂപീകരിച്ച പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്കാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് ഫോർവേഡ്. ഇന്ത്യൻ നാഷണൽ ആർമി അത് INA ഒക്കെ. ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA. ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഓഫീസറായിരുന്നു മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഓഫീസറായിരുന്നേ മോഹൻ സിംഗ്. അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ ആർമിക്ക് നേതൃത്വം. പിന്നീട് 2ാം ലോക യുദ്ധകാലത്ത് സിംഗപ്പൂരിലെത്തിയ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ അതായത് INAയുടെ നേതൃത്വം ഏറ്റെടുത്തു. അപ്പോൾ മോഹൻ സിംഗ് ആണ് തുടങ്ങിയതെങ്കിൽ 2ാം ലോക യുദ്ധകാലത്ത് സിംഗപ്പൂരിലെത്തിയ സുഭാഷ് ചന്ദ്രബോസ് അത് ഏറ്റെടുത്തു. അദ്ദേഹം INA പുനഃസംഘടിപ്പിച്ച് ജപ്പാൻ പട്ടാളത്തോടൊപ്പം ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ മുന്നേറ്റം ചെറുക്കുന്നതിന് അദ്ദേഹത്തിന് ശ്രമങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇനി INAയുടെ പങ്കാളിത്തവും പ്രധാന വ്യക്തികളും എന്നൊരു ഹെഡിങ്ങാണ്. ലക്ഷ്യം നേടുന്നതിൽ വിജയിച്ചില്ലെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ INA ജനങ്ങൾ ആവേശം സൃഷ്ടിച്ചു. വനിതാ പങ്കാളിത്തം. INAയുടെ പ്രവർത്തനങ്ങൾ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതാണ്. റാണി ഝാൻസി റെജിമെൻറ്റ് എന്ന പേരിൽ വനിതാ വിഭാഗം പ്രവർത്തിച്ചിരുന്നു. റാണി ഝാൻസി റെജിമെൻറ്റ് നേതൃത്വം നൽകിയത് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെയാണ് റാണി ഝാൻസി റെജിമെൻറ്റ് എന്ന പേരിൽ വനിതാ വിഭാഗം. അത് ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു. മലയാളി രക്തസാക്ഷി INAയിലെ മറ്റൊരു മലയാളിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. ഒക്കെ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടികൂടി തൂക്കിലേറ്റി. അപ്പോൾ മലയാളി രക്തസാക്ഷിയാണ്. INAയിലെ മറ്റൊരു മലയാളിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. അദ്ദേഹത്തെ പിടികൂടി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. ഓക്കെ. ഇനി INA ഭടന്മാരുടെ വിചാരണ. 2ാം ലോകയുദ്ധം അവസാനിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ പിടികൂടിയ INA ഭടന്മാരെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് വിചാരണ ചെയ്തു. വിചാരണ ചെയ്യപ്പെട്ടവരാരൊക്കെയാണ്? കേണൽ പ്രേംസൈ ഗാൾ, കേണൽ GS ധില്ലൻ, ഷാനവാസ് ഖാൻ തുടങ്ങിയവർ. വിചാരണക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ കോടതിയിലെത്തി. ദേശദ്രോഹികളല്ല, ദേശാഭിമാനികൾ എന്ന പേരിലും ലേഖകൾ പ്രചരിക്കപ്പെട്ട്. ദേശദ്രോഹികളല്ല, ദേശാഭിമാനികൾ എന്ന പേരിൽ ലഘുലേഖകൾ പ്രചരിപ്പിക്കപ്പെട്ടു. യുദ്ധാനന്തര കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഈ പ്രക്ഷോഭങ്ങൾ. ഓക്കെ. ഇനി സ്വാതന്ത്ര്യത്തിലേക്ക്. 2ാം ലോക യുദ്ധവും മാറിയ അന്താരാഷ്ട്ര സാഹചര്യങ്ങളും 2ാം ലോക യുദ്ധവും മാറിയ അന്താരാഷ്ട്ര സാഹചര്യങ്ങളും സ്വാതന്ത്ര്യത്തിനായുള്ള യാത്ര വേഗത്തിലാക്കി. ഓക്കെ. അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭു ഇന്ത്യയിലെ നേതാക്കളുമായി ചർച്ചകൾ നടത്തി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ 1945 ജൂൺ മാസത്തിൽ സിംലയിൽ വിളിച്ച യോഗം വേണ്ടത്ര ഫലം കണ്ടില്ല. സിംലയിൽ വിളിച്ച 1945 യോഗം ഫലം കണ്ടില്ല. ആരായിരുന്നു? അന്നത്തെ വൈസ്രോയി വേവൽ പ്രഭുവാണ്. ഇനി കാബിനറ്റ് മിഷൻ 1946 മാർച്ചിലാണ്. ഇന്ത്യ അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മീഷനാണ് ക്യാബിനറ്റ് മിഷൻ. ഒക്കെ. ക്യാബിനറ്റ് മിഷൻ 1946. അധികാരം കൈമാറ്റം ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മീഷനാണ്. അംഗങ്ങൾ ആരായിരുന്നു? സ്റ്റെഫോർഡ് ക്രിപ്സ്, പെറ്റിക് ലോറൻസ്, AV അലക്സാണ്ടർ. ഒക്കെ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ സ്റ്റെഫോർഡ് ക്രിപ്സും പെറ്റിക് ലോറൻസും AV അലക്സാണ്ടറും. ഇനി പ്രധാന നിർദ്ദേശങ്ങൾ എന്തായിരുന്നു? അധികാര കൈമാറ്റം നടക്കുന്നതുവരെ ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക. അപ്പോൾ കൈമാറ്റം ചെയ്യുന്നവരെ ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക. ഇന്ത്യക്കാർക്കായി ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണസമിതി രൂപീകരിക്കുക. അപ്പോൾ ഭരണഘടനാ സമിതി രൂപീകരിക്കുന്ന എന്തിനാ? ഇന്ത്യക്കാർക്കായി ഭരണഘടന തയ്യാറാക്കാനാണ്. ഇനി മൗണ്ട് ബാറ്റൺ പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട്. 1947 ജൂൺ 3 അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. എന്താ അത്? ആധുനിക ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനങ്ങൾ ഒന്നായിരുന്നു. അതെല്ലാം രാജ്യത്തെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2ആയി വിഭജിച്ച് സ്വാതന്ത്ര്യം നൽകാൻ നിർദ്ദേശിച്ചു. ഒക്കെ. മൗണ്ട് ബാറ്റൺ പദ്ധതിയെക്കുറിച്ച് അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. 1947 മാർച്ചിലാണ്. ജൂൺ 3 മൗണ്ട് ബാറ്റൺ പദ്ധതി 1947 ജൂൺ 3.
ആധുനിക ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനങ്ങളായിരുന്നു ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. വർഷങ്ങൾ നീണ്ടുനിന്ന സമരം എക്കാലത്തും ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച പ്രധാന മൂല്യങ്ങൾ എന്താ? അഹിംസ, ജനാധിപത്യം, ദേശീയ ഐക്യം, മതേതരത്വം, ബഹുസ്വരത, സാമൂഹിക നീതി, സാമ്പത്തിക സ്വയം പര്യാപ്തത. രാഷ്ട്രീയ പുനർനിർമ്മാണത്തിൽ ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം ഓരോരുത്തരും പങ്കാളിയാകേണ്ടത്. അതിന് മുൻപ് മൗണ്ട് ബാറ്റനെ കുറിച്ച് കുറച്ചും കൂടി അപ്പം അവസാനത്തെ വൈസ്രോയായിരുന്ന മൗണ്ട് ബാറ്റൻ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി എങ്കിൽ രാജ്യത്തെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ച് സ്വാതന്ത്ര്യം നൽകാൻ നിർദ്ദേശിച്ചു. ആ മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ് രണ്ട് ഭാഗമാക്കി ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ച് സ്വാതന്ത്ര്യം നൽകാൻ നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഒരു ഹെഡിങ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യ സ്വതന്ത്രമായത് എപ്പോഴായിരുന്നു? 1947 ഓഗസ്റ്റ് 15. ഇനി സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു? ജവഹർലാൽ നെഹ്റു. അപ്പം എന്തായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നോട്ട് വെച്ച പ്രധാന മൂല്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അഹിംസ, ജനാധിപത്യം, ദേശീയ ഐക്യം, മതേതരത്വം, ബഹുസ്വരത, സാമൂഹിക നീതി, സാമ്പത്തിക സ്വയം പര്യാപ്തത. രാഷ്ട്രീയ പുനർനിർമ്മാണത്തിൽ ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം ഓരോരുത്തരും പങ്കാളിയാകേണ്ടത്. അതിലിടക്ക് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. 1947 ജൂലൈ 18 വെള്ളിയാഴ്ച. 1947 ജൂലൈ 18 വെള്ളിയാഴ്ച. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഉപരിസഭയായ പ്രഭുസഭയുടെ വലിയ മേശമേൽ രാജാവ് ജോർജ് ആറാമൻ്റെ അനുമതിക്കായി ബില്ലുകൾ അടുക്കി വെച്ചിരുന്നു. മേശയുടെ ഒരു വശത്ത് രാജാവിന് പ്രതിനിധിയായ ഗുമസ്തനും മറുവശത്ത് പാർലമെൻറ്റിൻ്റെ പ്രതിനിധിയും സന്നിഹിതനായിരുന്നു. പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ഹൗസ് ഓഫ് കോമൺസിൽ നിന്ന് 30 അംഗ സംഘം അവിടെ എത്തിയിരുന്നു. പാർലമെൻറ്റിൻ്റെ പ്രതിനിധിയായ ഗുമസ്തൻ ഒരു ബില്ല് കയ്യിലെടുത്ത് ഇങ്ങനെ വായിച്ചു: സൗത്ത് മെട്രോപൊളിറ്റൻ ഗ്യാസ് ബിൽ. രാജാവിൻ്റെ പ്രതിനിധി മറുപടി നൽകി: ലെ റോയൽ വെയ്റ്റ്. രാജാവ് ഇത് അംഗീകരിക്കുന്നു. പാർലമെൻറ്റിൻ്റെ പ്രതിനിധി അടുത്ത ബില്ല് കയ്യിലെടുത്തു: ദ ഫെലിക്സ് സ്റ്റോവ് പിയർ ബിൽ. രാജാവിൻ്റെ പ്രതിനിധി: ലോ റോയൽ വെൽറ്റ് അഥവാ രാജാവ് ഇത് അംഗീകരിക്കുന്നു. പാർലമെൻറ്റിൻ്റെ പ്രതിനിധി മറ്റൊരു ബില്ല് കയ്യിലെടുത്തു: ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ. ലെ റോയൽ വോയ്റ്റ് ഹാളിൽ രാജപ്രതിനിധി ശബ്ദം മുഴങ്ങി: രാജാവ് ഇത് അംഗീകരിക്കുന്നു. ഇന്ത്യ സ്വതന്ത്രമായി. ബ്രിട്ടീഷ് ഭരണം ചരിത്രത്തിൻ്റെ ഭാഗമായി. നല്ലൊരു ചാപ്റ്ററായിരുന്നു ഇത്. നമ്മളെ സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് നല്ലൊരു വികാരമായിട്ടും അതിനെ അങ്ങനെ ഒരു വരച്ച് ചേർത്ത പോലൊരു അതൊക്കെ കണ്ടു വന്നതുപോലൊരു ഫീലിംഗ് ഉണ്ടായി. പഠിക്കാനുപരി നമുക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ നേടിയതിനെക്കുറിച്ചൊക്കെ അറിയാനൊക്കെ കഴിഞ്ഞൊരു ചാപ്റ്ററായിരുന്നു ഇത്. എനിക്ക് പേഴ്സണലി നല്ലൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിത് പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അപ്പോൾ നല്ലൊരു ചാപ്റ്ററായിട്ട് ഞാൻ വരാം. താങ്ക് യു.